ഒരു മട്ടൻ കറി തയ്യാറാക്കിയാലോ? അതിനായിട്ട് ഒരു കുക്കറിൽ അല്പം എണ്ണ എടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് സവോള ചേർക്കാം. ഈ സവോള നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ ഇട്ട് വഴറ്റണം. നല്ല പാകത്തിന് സവോള ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് തക്കാളി ചേർത്ത് എണ്ണ സെപ്പറേറ്റ് ആകുന്നത് വരെ ഇട്ട് വഴറ്റുക. അടുത്തതായിട്ട് ഇതിലേക്ക് മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവ ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി മട്ടൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 4-5 വിസിൽ കേൾക്കുന്നത് വരെ ഇത് കുക്കറിൽ വേവിച്ചെടുക്കണം. കുക്കറിലെല്ലാം പാകത്തിനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിഞ്ഞ സവോളയും മല്ലിയിലയും സ്പ്രിംഗ് ഓനിയനും ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് പാകം ചെയ്യുക. നമ്മുടെ മട്ടൻ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. സ്വാദിഷ്ടമായിട്ടുള്ള ഈ മട്ടൻ കറി നാനിന്റെയോ ഗീ റൈസിന്റെയോ കൂടെ ഒക്കെ വിളമ്പാവുന്നതാണ്. നിങ്ങളും ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ടേസ്റ്റി റെസിപ്പികൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.